എന്റെ പൊന്നെ, ചാണ്ടിമോൻ അങ്ങ് ലണ്ടനിൽ പോയി അവിടത്തെ ഒരു ഡാൻസ് ബാർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ച് മലയാളിയായിട്ടുള്ള ഒരു UK പൗരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നാട്ടുകാരത് കേൾക്കണം. സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ ഓരോ വിദേശ വനിതയുടെ ഫോട്ടോ ഇട്ട് ഞാൻ അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു എന്ന തരത്തിൽ ബടായി അടിച്ചു വിടുമ്പോൾ എന്താണ് റിയാലിറ്റി നിങ്ങൾക്ക് അറിയണ്ടേ? ചാണ്ടിമോൻ ഉദ്ഘാടനം ചെയ്ത ബാറിൽ നിന്ന് അടികിട്ടാതെ ഓടി രക്ഷപ്പെട്ട ഒരു ചരിത്രം കൂടി ഉണ്ടായതായിട്ട് ആ നാട്ടിൽ ജീവിക്കുന്ന UK ഒരു മലയാളി അദ്ദേഹം അവിടെ നടത്തുന്ന കോപ്രായങ്ങളെ കുറിച്ചും ഈ നടത്തുന്ന സോഷ്യൽ മീഡിയ ബടായിയെ കുറിച്ചും വലിച്ചു കീറി ചുവരിലൊട്ടിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടേ. നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ യുണൈറ്റഡ് കിങ്ഡം UK സന്ദർശനത്തിന് വന്നിരിക്കുകയാണ്. എന്നോട് പലരും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്യാത്തത് എന്താണ്, ചാണ്ടി ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഓക്കെ, ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ, പോട്ടെ, പുള്ളി അതൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ കരുതിയിരിക്കുന്നു. ഇനി ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് കാണിക്കുന്ന വഞ്ചന ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഈ ചാണ്ടി ഉമ്മൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ താമസിക്കുന്ന നാട്ടിൽ വന്നിരുന്നു. അവിടെ ഒരു പൊതു പരിപാടി, അതായത് ചീട്ടുകളി ക്ലബിന്റെ ഉദ്ഘാടനം, ഞാൻ പേരൊന്നും പറഞ്ഞു, ചീട്ടുകളി ക്ലബിന്റെ ഉദ്ഘാടനത്തിനാണ് വന്നത്, റമ്മി ക്ലബിന്റെ. അവസാനം അവിടെ കത്തിക്കുത്തിന്റെ അറ്റത്ത് വരെ ചെന്നു. ചാണ്ടി ഉമ്മനോട് ദൃക്സാക്ഷിയായി പ്രതിപ്പട്ടിയെ വരേണ്ടതായിരുന്നു, തനിക്കാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം ചാണ്ടി UK മുഴുവൻ നടന്ന് ഫോട്ടോ എടുക്കുക, ഉള്ള വിഡ്ഢിത്തരം മുഴുവൻ കാണിക്കുക, UK രാഷ്ട്രീയക്കാരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പോലും അറിയാതെ ചാണ്ടി ഉമ്മനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുള്ളി എന്ന രീതിയിലുള്ള ഫോട്ടോ എടുപ്പിനെയും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം സഹിക്കാം, ചാണ്ടിയല്ലേ. പെങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു, പെങ്ങൾ പോയി, ഇപ്പൊ ആങ്ങളെ വന്നു, അവർ രണ്ടും വന്നിട്ട് പോട്ടെ എന്ന് വെച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ഇതിപ്പം എല്ലാ സീമകളും ചാണ്ടിച്ചാൻ കടന്നു. പണ്ട് ഉമ്മൻചാണ്ടിയെ കാണാൻ ആരാണ്ട് ചെന്ന് അമേരിക്കയിലെ വിഷയം പറഞ്ഞപ്പം അന്ന് ക്ലിന്റൺ ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് തോന്നുന്നു, പ്രസിഡന്റ്. അവിടുത്തെ ക്ലിന്റന് കത്തെഴുതി എന്ന് കേട്ടിട്ടുണ്ട്. ഏതാ UK അമേരിക്കൻ പ്രസിഡന്റിന് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ കത്തെഴുതി, നിങ്ങൾ ഇത് കൊണ്ട് കൊടുത്താൽ മതി, കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറമാണ്, അപ്പന്റെ അപ്പുറമാണ് മകൻ എന്നാണ് അദ്ദേഹത്തിന്. കേരളത്തിലെ പൊതുജനത്തെ കഴുതയാക്കാൻ കാരണം അതാ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ പൊതുജനങ്ങളെ കഴുതയാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ UK മലയാളികൾ 10, 20, 25 വർഷമായിട്ടുള്ള ഇവിടെ എത്തിയ മലയാളികൾ, അന്ധമായി കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ, ഇവരും കഴുതയാണോ? ഈ 25 വർഷത്തെ UK ജീവിതം നിങ്ങളെ കേരളത്തിലെ കഴുതയിൽ നിന്നും ഇപ്പോഴും മുതുകഴുതയാക്കി നിർത്തിയേക്കുവാണോ എന്നാണ് എന്റെ ചോദ്യം. അതായത് ഇവിടെ UK നേഴ്സുമാരുടെ പ്രശ്നം എന്നൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇരിക്കും. നേഴ്സുമാർക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല, പക്ഷെ കേരളത്തിന് ILRുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്, അതിങ്ങനെ ചർച്ചകൾ നടക്കുന്നു. ഇപ്പൊ ഇവിടെ സർക്കാർ പോലുള്ള കീർ സ്റ്റാമർ രാജിവെച്ച് ഇപ്പോൾ ഒരു കാവൽ പ്രധാനമന്ത്രിയാണ്, കാവൽ മന്ത്രിമാരുമാണ് ഉള്ളത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഒരു വിധത്തിലൊക്കെ പരിഹരിച്ചു പോവുകയും ഇവിടെ വന്നവർക്കൊക്കെ ഇവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചാണ്ടിച്ചാൻ ഇവിടെ വരികയും ഏതോ കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റിച്ചു. അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സെക്രട്ടറി ആന്റി മറയാണ്, അതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ. അദ്ദേഹം ഒരു അണ്ടർ സെക്രട്ടറി ഫോർ ഹെൽത്ത് സെക്രട്ടറിയുടെ ഒക്കെ താഴെ ഇരിക്കുന്ന അണ്ടർ സെക്രട്ടറിയാണ്. അദ്ദേഹം അവരുടെ കറക്റ്റ് അവർ ഹെൽത്ത് സെക്രട്ടറിയുടെ പ്രൊഫഷൻ അല്ല, അവർക്ക് NHSമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവർ സോഷ്യൽ കെയർ മേഖലയിലൊക്കെ ഉള്ളതും പ്രിവെൻഷനും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഈ രാജ്യത്തെ വകുപ്പ് വിഭജനങ്ങൾ എങ്ങനെയാണ്, ഒരു വകുപ്പിന് താഴെ വേറെ ഉപവകുപ്പ്, അതിന് താഴെ വേറെ ഉപവകുപ്പ്, അങ്ങനെയൊക്കെയാണ് പല വകുപ്പുകളാണ്. അങ്ങനെയുള്ള ഒരു മന്ത്രിയെ കൊണ്ടുപോയി കാണിച്ചിരിക്കുന്നു. അവിടുത്തെ MP ആയിരിക്കും അദ്ദേഹത്തിന്റെ. എന്നിട്ട് ഈ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും നഴ്സുമാരുടെയും കെയർ വർക്കേഴ്സിന്റെ എല്ലാം പരിഹരിക്കാനുള്ള വലിയ ചർച്ച നടത്തി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ആരാണ്ടെ കൊണ്ട് എടുപ്പിച്ച് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര പൊങ്കാലയാണ്. എന്റെ ചാണ്ടിച്ചായ, നിങ്ങളെ അപ്പന് പഠിക്കാമെന്ന് പറയല്ല, നിങ്ങൾ അപ്പന്റെ മോൻ തന്നെയാണ്. മലയാളിയെ വിഡ്ഢിയാക്കി, അത് ഞങ്ങൾ സമ്മതിച്ചു. മലയാളിയെ വിഡ്ഢിയാക്കുന്നത് എളുപ്പമാണല്ലോ. പക്ഷെ ഇവിടെ വന്ന് UK മലയാളികളെ കൂടി വിഡ്ഢിയാക്കി. ഇനി ഈ വിഷയത്തിൽ ഈ സർക്കാർ തന്നെ അനുഭാവമായ, പുതിയ പ്രധാനമന്ത്രി അനുഭാവമായ ഒരു തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഇതെല്ലാം ഞാൻ കാരണമാണ് എന്ന് പറയാനുള്ള പണിയാണ്. ഇനി എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടാണ് പറയുന്നത്, ഒരു രാജ്യത്തെ MLA അല്ലെ MP അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, മന്ത്രിമാരെ ഇവർ വേറൊരു വിദേശ രാജ്യത്ത് പോവുകയും ആ വിദേശ രാജ്യത്തെ മന്ത്രിമാരോടും അല്ലെങ്കിൽ ആ വിദേശ രാജ്യത്തെ പൊളിറ്റിക്കൽ നേതൃത്വത്തിനോടൊക്കെ സംസാരിക്കണമെങ്കിൽ കാലേക്കുട്ടി ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ പെർമിഷൻ ലഭിക്കുകയും ചെയ്യണം എന്നതാണ് വസ്തുത. ഈ ചാണ്ടിച്ചാൻ ഇത് ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാണ്. ചാണ്ടിച്ചാൻ ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും മന്ത്രിമാരെയോ ഈ രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തെയോ സന്ദർശിക്കും എന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തിന് മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. ഈ പൊട്ടൻ എന്നിട്ട് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടേക്കുക.
ഈ പൊട്ടനെതിരെ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തിന് ഒരു പരാതി നൽകിയാൽ അടുത്തൊരു 3 വർഷം ഈ പൊട്ടൻ ഇന്ത്യക്ക് വെളിയിൽ പോകാനുള്ള ഒരു അവസരം MLA എന്ന നിലയിൽ കിട്ടത്തില്ല. രാജിവെച്ചിട്ട് പണിക്ക് വേണപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ MLA എന്ന നിലയിൽ MLA സ്ഥാനം കയ്യിൽ സൂക്ഷിക്കുമ്പോൾ ഈ പൊട്ടന് വീണ്ടും വേറൊരു രാജ്യത്ത് സന്ദർശിക്കാനുള്ള സന്ദർശന അനുമതി പോലും ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും അറിയാത്ത ഈ പൊട്ടൻ ഇദ്ദേഹം ഇവിടെ വന്നതും ഇവിടുത്തെ സന്ദർശനങ്ങളും ഒന്നും ഇവിടുത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ, അതായത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ഹൈക്കമ്മീഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ധാരണയുമില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ കേരളത്തിലെ ജനത്തെ പൊട്ടനാക്കുന്ന പോലെ ഞങ്ങളെ പൊട്ടനാക്കരുത്. ഇവിടെ ഉള്ള മലയാളി എങ്ങനെയും ഒക്കെ ജീവിച്ചു പോട്ടെ. ചാണ്ടിച്ചായ അപ്പം കാണിച്ച പണി ഇവിടെ വന്ന് മകനോട് ഇറക്കി അപ്പന്റെ മകനാണ് എന്ന് തെളിയിക്കാം. ഏതായാലും താമസിക്കാതെ നിങ്ങൾ പറ്റുവാണെങ്കിൽ UK ഒരു 10 MP-മാരെ MLA-മാരെ കൊണ്ടുപോയി അപ്പന്റെ കവളത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കൈ കൂപ്പി നിർത്തി ഉമ്മൻചാണ്ടി സാർ കാരണം ഞങ്ങൾ ഇവിടെ ജയിച്ചു, അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന് നന്ദി പറയാൻ വന്നതെന്ന് പറയുകയോ ചെയ്യാമെങ്കിൽ UK രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രശസ്തി വർദ്ധിക്കും. അതുപോലെ പറ്റുമെങ്കിൽ ലണ്ടനിൽ എവിടെയും ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പ്രതിമ കൂടി അനാച്ഛാദനം ചെയ്ത് നമ്മുടെ ഗാന്ധിജിയുടെ പറയാൻ നിർത്താൻ പറ്റുമോ എന്നൊന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും ജനം കഴുതയാണ് എന്ന് വെച്ച് ഈ എല്ലാവരും കഴുതയാണ് എന്ന് ചാണ്ടി ഉമ്മൻ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. എങ്ങനെ സാധിക്കുന്നതാവൂ? എങ്ങനെ ഒരു മനുഷ്യൻ എത്രത്തോളം കൃത്രിമമായിട്ട് ജനങ്ങളെ പറ്റിക്കാം, അവരുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അത് ഞാൻ ചർച്ച ചെയ്തു പരിഹാരമുണ്ടാക്കി എന്ന രീതിയിൽ ഒരുമാതിരി ശിക്കാരി ശമ്പു കളിക്കുന്ന പണിയാണ് അവിടെ UK എടുക്കുന്നതെന്ന് അവിടെയുള്ള വ്യക്തി കഴിഞ്ഞ കുറെ കാലമായി പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള സിബി UK-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായി വ്ളോഗ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരമാവധി പറയണ്ട എന്ന് ശ്രമിച്ചതാണ്. പക്ഷേ വിദേശ മലയാളികളെ ഒന്നടങ്കം ആസാക്കുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ ഒരുമാതിരി ഇളഭ്യരാക്കുന്ന പണി സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസാക്ഷി ഇനിയും അത് ചെയ്യാൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഊളത്തര അച്ഛന്റെ ലേബലിൽ വിദേശത്ത് പോയി കാണിച്ചപ്പോൾ അത് നാട്ടുകാരോട് പറയണമെന്ന് തോന്നി അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ മലയാളികളായിട്ടുള്ള നമ്മുടെ തൊലി പൊളിഞ്ഞു പോകുന്നു. യജ്ജാതി ഊളത്തരം. ഒരു ക്യാമറയുമായിട്ട് നാട് നീളെ പോയിട്ട് ഞാൻ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുന്ന ആളാണെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന കാപട്യത്തിന് അങ്ങ് UK വരെ പോയിരിക്കുകയാണ്. ഈ നാട്ടിൽ ജീവിച്ച സമയത്ത് സിംപിളനാണെന്ന് കാണിക്കാൻ സൈക്കിളിൽ നടന്ന വ്യക്തിയാണ്. പക്ഷേ അപ്പനെ അനുകരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഉള്ളിൽ എന്താണ്? UK ലണ്ടൻ ബാറുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആ സിംപിളനെ നാട്ടുകാരൊന്ന് തിരിച്ചറിഞ്ഞിരിക്കുക. അവിടങ്ങളിൽ പോയി ഇനി എന്തൊക്കെ എന്റർടൈൻമെന്റ് നടക്കുന്നു എന്നൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ സ്പോൺസർമാരിലൂടെ നാട്ടിൽ സൈക്കിൾ ചവിട്ടി സിംപിളനാകാൻ ശ്രമിക്കുന്ന വ്യക്തി ആ ചെലവാക്കിയ പണം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് വീട് വയ്ക്കാൻ കൊടുത്തിരുന്നെങ്കിൽ എത്ര അന്തസ്സായനെ. അത്തരം വിദേശ യാത്രകളൊന്നും എന്റെ അപ്പൻ അധികം പോയിട്ടില്ല, അതുകൊണ്ട് ഞാനും പോകില്ല എന്ന് പറഞ്ഞില്ല. നേരെ വണ്ടിയും പിടിച്ചു പോയിട്ട് അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് വേറൊരു വിദേശ വനിതയുടെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അവിടുത്തെ നഴ്സുമാർക്ക് വേണ്ടിയും കെയർടേക്കർമാർക്ക് വേണ്ടി ചെയ്തു എന്നൊരു ബെഡായി കഥയുണ്ടാക്കി. പിന്നീട് സോഷ്യൽ മീഡിയ അത് കുത്തിപ്പൊക്കി അവരല്ല അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ, അവർ പഴയ സ്പീക്കർ എന്തോ ആയിരുന്നു എന്നാണ്. അങ്ങനെ അടിമുടി ഉടായിപ്പായിട്ടും UK-യിൽ പോയ കേരളത്തിലെ ഒരു ശിക്കാരി ശംഭുവായിട്ടും ചാണ്ടിമോൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകി വരുമ്പോഴാണ് അവിടുത്തെ വിദേശ മലയാളി തന്നെ ആ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടി താമസിക്കുന്ന പ്രദേശത്ത് പോയി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെ കുറിച്ചുള്ള സത്യാവസ്ഥ ഈ നാടിനെ അറിയിച്ചിരിക്കുന്നു. ചാണ്ടിമോനെ ഓർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വന്ന് ഈ ഉടായ്പുകാരന്റെ ചെവിക്കുറ്റി അടിച്ച് കലക്കിയനെ എന്ന് ആ പ്രതികരണം കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ്.